ാണ് അള്ളാഹുവിന്റെ ഉറ്റ ചങ്ങാതിയായിട്ട് പടച്ച തമ്പുരാൻ തെരഞ്ഞെടുത്തതായ വ്യക്തിത്വമാണ് സയ്യിദുനാ ഇബ്രാഹിം. എന്തുകൊണ്ടാണ് റബ്ബ് അങ്ങനെ തെരഞ്ഞെടുത്തത്? ഇന്നഹു ഫിൽ ആഖിറതി ലമിനസ് സാലിഹീൻ. ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ പറയുന്നു, അദ്ദേഹം സാലിഹായ മനുഷ്യനാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഏകദൈവ വിശ്വാസത്തിന്മേൽ അടിയുറച്ചു നിന്ന വ്യക്തിത്വമാണ്. അതുകൊണ്ടാണ് അദ്ദേഹം മറ്റുള്ള ജനങ്ങളിൽ നിന്ന് വ്യതിരക്തനായതും ഉമ്മത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തിയ മുഹമ്മദിന് രണ്ട് ആഘോഷങ്ങളിൽ ഒരു പ്രമുഖ ആഘോഷം അദ്ദേഹവും അദ്ദേഹത്തിന്റെ കുടുംബ പശ്ചാത്തലവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആഘോഷിക്കുവാനും കാരണമായി തീർന്നത് ജനങ്ങളിൽ നിന്ന് തന്നെ വ്യതിരക്തനായ വ്യക്തിയാണ് സയ്യിദുനാ ഇബ്രാഹിം. ഉറക്കെ പറയീൻ അലൈഹിസ്സലാം. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഒരു നിസ്സാര വ്യക്തിയായിരുന്നില്ല. അദ്ദേഹത്തെ കുറിച്ച് വിശുദ്ധമായ ഖുർആൻ വിശാലമായി പറയുന്നുണ്ട്. ഞാൻ അതിലേക്ക് ഒരുപാട് പോകുന്നില്ല. പക്ഷെ എന്റെ ആമുഖ ഭാഷണത്തിന് വേണ്ടി ഒരൊറ്റ ആയത്ത് ഓതി വെച്ച വിഷയം മാത്രം ഒന്ന് പറയാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وإذ قال إبراهيم رب أرني كيف تحيي الموتى قال أولم تؤمن قال بلى ولكن ليطمئن قلبي قال فخذ أربعة من الطير فصرهن إليك ثم اجعل على كل جبل منهن جزءا ثم ادعهن يأتينك سعيا واعلم أن الله عزيز حكيم. 4000 സംവത്സരങ്ങൾക്ക് മുമ്പ് ഈ ലോകത്തെ തൗഹീദിന്റെ വെളിച്ചം വിതറിയതായ പ്രവാചകനാണ് സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാം. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഏകദൈവ വിശ്വാസം കൈക്കൊണ്ടതായ വ്യക്തിത്വമാണ്. ജനങ്ങളിലേക്ക് അതിന്റെ പ്രബോധനത്തിനായി നിലകൊണ്ടതായ വ്യക്തിത്വമാണ്. അതിലൂടെ ഒരുപാട് പരീക്ഷണങ്ങൾ അദ്ദേഹത്തിന് ഏൽക്കേണ്ടി വന്നതായി വിശുദ്ധമായ ഖുർആൻ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം മരണാനന്തര ജീവിതത്തെ ലോകത്തിന് പഠിപ്പിച്ചു നൽകുകയാണ്. അവിടുത്തെ ജീവിതത്തിലൂടെ അവിടുന്ന് അല്ലാഹുവിനോട് ചോദിക്കുകയാണ്. وإذ قال إبراهيم رب أرني كيف تحيي الموتى. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ജഗന്നിയന്താവായ പരിപാലകനാകുന്ന പടച്ചറപ്പിനോട് ചോദിച്ചു അത്രേ, അല്ലാഹുവേ, എങ്ങനെയാണ് നീ മരിച്ചവരെ ജീവനിട്ട് കൊടുക്കുക? കൈഫ തുഹീൽ മൗതാ, മരിച്ചു പോയവരെ എങ്ങനെയാണ് നീ ജീവിപ്പിക്കുന്നത്? ഒന്ന് കാണിച്ചു നൽകുമോ അല്ലാ? എനിക്കൊന്നറിയിച്ചു നൽകുമോ അല്ലാ? ഖാല അവലം തുഅ്മിൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് ചോദിച്ചു അത്രേ, അല്ലയോ ഇബ്രാഹിമേ, നിനക്കതിൽ വിശ്വാസമില്ലേ? നീ അവസാന കാലഘട്ടത്തിൽ വരുന്നതാകുന്ന നിരീശ്വരവാദികളെ പോലെ യുക്തിവാദികളെ പോലെയാണോ? അവലം തുഅ്മിൻ, നിനക്ക് വിശ്വാസം വന്നിട്ടില്ലേ? മരണാനന്തര ജീവിതത്തെ പറ്റി നിനക്ക് വിശ്വാസമില്ലേ? മരിച്ചു പോയതിനു ശേഷം മനുഷ്യൻ മണ്ണോട് ചേർന്നതിന് ശേഷം അവനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുമെന്നും പുനർജീവനം നടത്തുമെന്നും എന്തേ ഇബ്രാഹിമേ നിനക്ക് വിശ്വാസമില്ലേ? ഖാല ഇബ്രാഹിം നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് പറഞ്ഞു അത്രേ, വലാകിൻ ലിയത്മഇന്ന
ഖൽബി, എനിക്ക് വിശ്വാസമുണ്ട്, പക്ഷേ ആ ഈമാൻ എന്ന് ഉറപ്പിക്കുന്നതിന് വേണ്ടിയാണ്, അരക്കിട്ട് ഉറപ്പിക്കുന്നതിന് വേണ്ടിയാ. എന്റെ ഹൃദയത്തിന്റെ ഒരു സമാധാനം പുൽകാൻ ഒന്ന് കാണിച്ചു നൽകുമോ അല്ലാഹ്? മരിച്ചതിന് ശേഷമുള്ള ജീവിതം, മരണാനന്തര ജീവിതം ഒന്ന് കാണിച്ചു നൽകുമോ അല്ലാഹ്? സയ്യിദുനാ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് ചോദിച്ചു. സൂറത്തുൽ ബഖറയാണിത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിക്കാൻ തൗഫീഖ് നൽകട്ടെ. ശ്രദ്ധിക്കുന്നുണ്ടോ എല്ലാവരും? ഒന്ന് കൈ ഉയർത്തിക്ക്. എത്ര പേരുണ്ടോ? അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഖാല ഫഖുദ് അർബഅതം من الطير فصرهن إليك فصرهن إليك ثم اجعل على كل جبل منهن جزءا ثم ادعهن يأتينك سعيا واعلم أن الله عزيز حكيم. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ചോദ്യത്തിന് മറുപടിയായി അല്ലാഹു പറയുകയാ, ഇബ്രാഹിമേ, എങ്കിലിതാ 4 പക്ഷികളെ പിടിക്കണേ. 4 ജീവികളെ നീ പിടിക്കണേ. അദ്ദേഹം പിടിച്ചു. ഒന്ന് പ്രാവ്, മറ്റൊന്ന് മയില്, മൂന്നാമത്തതൊരു കോഴി, നാലാമത്തതൊരു കാക്ക. പ്രാവ്, മയില്, കോഴി, കാക്ക. ശരിക്കും ശ്രദ്ധിക്കണേ, ഖുർആൻ പറഞ്ഞ ചരിത്രമാണ്. ഖുർആനിൽ 100ൽ 90% ഇത്തരത്തിലുള്ള ചരിത്രങ്ങളാണ്, അഖ്ബാറുകളാണ്. 10% മാത്രമേ അഹ്കാമുകളുള്ളൂ. നിസ്കരിക്കൻ, നോമ്പ് പിടിക്കൻ, കള്ളു കുടിക്കരുത്, വ്യഭിചരിക്കരുത്, പലിശയുമായി ബന്ധപ്പെടരുത് എന്ന് തുടങ്ങിയ നിരോധന കൽപ്പന ക്രിയകൾ ഖുർആനിലുള്ളത് 10%. 90% ഇത്തരത്തിലുള്ള മനോഹരമായ ചരിത്രങ്ങളാണ്. ഇതറിയാതെ പോകരുത് ഈ ഉമ്മത്ത്. അള്ളാഹു പഠിക്കാൻ തൗഫീഖ് നൽകട്ടെ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. فخذ أربعة من الطير 4 പക്ഷികളെ നീ പിടിക്കണേ ഇബ്രാഹിമേ. ഫസുറുഹുന്ന ഇലൈക്, അതിനെ അറുത്ത് അതിനെ കഷ്ടമായി നീ മുറിച്ചിട്ട് ثم اجعل على كل جبل منهن جزءا, നിനക്കിഷ്ടമുള്ളതാകുന്ന 4 പർവ്വതങ്ങളോ അതിനപ്പുറമാകുന്ന പർവ്വതങ്ങൾക്ക് മുകളിലോ ആ 4 ജീവികളെയും കഷ്ടമാക്കി മുറിച്ച് അതിനെ പരിപൂർണമായി കലർത്തിയതിന് ശേഷം ഇഷ്ടമുള്ള ഭാഗത്തേക്ക് കൊണ്ടുപോയി വെക്കണേ. ഓരോ പർവ്വതത്തിന്റെ മുകളിൽ കൊണ്ടുപോയി അതിന്റെ അവയവങ്ങളെ മുറിച്ച് മാറ്റിവെച്ചതിന് ശേഷം നീ മാറി നിന്നുകൊണ്ട് വിളിക്കണേ ഇബ്രാഹിമേ. യഅതീനക സഅയാ യഅതീനക സഅയാ, നീ മുറിച്ച് കഷ്ടമാക്കി മാറ്റിവെച്ചിരിക്കുന്ന ജീവികൾ നിന്റെ അടുക്കലേക്ക് നടന്നു വരുന്നതായി കാണുമേ ഇബ്രാഹിമേ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബിയോട് പറഞ്ഞു. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഈ 4 ജീവികളെയും അതേപോലെ ചെയ്തു. പ്രാവ്, മയില്, കോഴി, കാക്ക, 4നെയും മുറിച്ചു കഷ്ടമാക്കി മുറിച്ചു മാറ്റി അതിന്റെ മാംസങ്ങളെല്ലാം കൂട്ടിക്കലർത്തി. അതിനകത്ത് രോമകൂപങ്ങളുണ്ട്, രക്തമുണ്ട്, മാംസമുണ്ട്, എല്ലാം കൂടി കലർത്തിയിട്ട് പലതിന്റെയും പല വഴിക്കായിട്ട് വെച്ചു. ഏതൊക്കെയാണെന്ന് കൂടിക്കലർന്ന് അറിഞ്ഞില്ല, ആ കോലത്തിലാക്കി. എന്നിട്ട് എല്ലാത്തിന്റെയും അംശം ഓരോന്നും എടുത്തിട്ട് 4 പർവ്വതങ്ങൾക്ക് മുകളിൽ കൊണ്ടുപോയി വെച്ചു. അടുത്തുള്ള 4 പർവ്വതങ്ങൾക്ക് മുകളിൽ. ഖുർആൻ പറഞ്ഞ ചരിത്രമാണ്, ശരിക്കും കേൾക്കണേ. എന്തിനാണിത്? നമ്മൾ
മരണപ്പെട്ടു പോയതിനു ശേഷവും നമ്മുടെ ശരീരത്തെ നുരുമ്പിപ്പോയതിനു ശേഷവും മണ്ണോട് ചേർന്നെത്തിയതിനു ശേഷവും തിരിച്ചതിനെ രൂപാന്തരപ്പെടുത്താൻ കഴിവുള്ളവനാണ് അള്ളാഹു എന്നതിലേക്ക് അള്ളാഹു ദൃഷ്ടാന്തമായി ചരിത്രം പഠിപ്പിക്കുകയാണ്. എന്നിട്ട് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാം മാറി നിന്നു വിളിക്കുകയാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം വിളിക്കുകയാണ്, ഓരോരോ ജീവികളെയും അതിനെ കഷ്ണമാക്കി കൂട്ടി കലർത്തിയതിനു ശേഷം ഓരോ മലയുടെ മുകളിൽ കൊണ്ടുപോയി വെച്ചതാകുന്ന ഇബ്രാഹിം മാറി നിന്നുകൊണ്ട് വിളിക്കുകയാണ്, വരുക വരുക. എല്ലാത്തിന്റെയും തല മാത്രം കയ്യിലുണ്ട്. പ്രാവിന്റെ ഉണ്ട്, മയിലിന്റെ ഉണ്ട്, കോഴിയുടെ ഉണ്ട്, കാക്കയുടെ. ഈ നാലിലെ തല മാത്രം കൈ പിടിച്ചിരിക്കും. മാംസങ്ങളെല്ലാം വ്യത്യസ്ത ഭാഗത്താണ്. വിളിച്ചു വരാൻ പറഞ്ഞു. ഖുർആനാണ്, തഫ്സീർ ഖുർആൻ വ്യാഖ്യാതാക്കൾ വിശദീകരിക്കുന്നു. വിശാലമാണ് ചരിത്രം. സുബ്ഹാനല്ലാഹ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ വിളിക്കുത്തരം നൽകിക്കൊണ്ട് അതാ രോമത്തോടുകൂടി രോമം ചേരുകയാണ്. പക്ഷികളുടെ തൂവലിനോട് വന്നുകൊണ്ട് ചേരുകയാണ്. രക്തത്തോട് വന്നുകൊണ്ട് ചേരുകയാണ്. ഓരോന്നിന്റെയും മാംസമുണ്ടും അതിൻ്റെതാകുന്ന മാംസത്തിലേക്ക് ശരീരത്തിലേക്ക് വന്നുകൊണ്ട് ചേരുകയാണ്. സുബ്ഹാനല്ലാഹ്. തലയില്ലാതെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ അടുക്കലേക്ക് ഓരോന്നും നടന്നു വരുകയാണ്. പൂർവസ്ഥിതിയിലേക്ക് ഭംഗിയായി തല മാത്രമില്ലാതെ റൂഹൂദപ്പെട്ടുകൊണ്ട് കടന്നു വരുകയാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മുന്നിലേക്ക് മയിൽ വരുകയാണ്, പ്രാവ് വരുകയാണ്, കോഴി വരുകയാണ്, കാക്ക വരുകയാണ്. ഓരോന്നും അതിൻ്റെതാകുന്ന രൂപത്തിലും ഭാവത്തിലും കോലത്തിലും തിരിച്ചു രൂപാന്തരപ്പെടുകയാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം വീണ്ടും വിളിക്കുകയാണ്, കൈകളിൽ തല വെച്ചുകൊണ്ട് വിളിക്കുകയാണ്, ഓരോന്നും അതിൻ്റെതാകുന്ന തലയിലേക്ക് വന്നുകൊണ്ട് ചേരുകയാണ്. സുബ്ഹാനല്ലാഹ് വഅലം അന്നല്ലാഹ അസീസുൻ ഹകീം. അല്ലാഹു തന്ത്രജ്ഞനാണ്, അവൻ പ്രതാപശാലിയാണ്, അവൻ അറിവുള്ളവനാണ്. അവൻ ദുരമ്പിപ്പോയതിൽ നിന്ന് ജനങ്ങളെ തിരിച്ചു കൊണ്ടുവരാൻ ശേഷിയുള്ളവരാണ്. മരണാനന്തര ജീവിതത്തെ പറ്റി വ്യക്തമായ കാഴ്ചപ്പാട് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധമായ ഈ ചരിത്രത്തിലൂടെ പഠിപ്പിക്കുകയാണ്. മണ്ണോട് ചേർന്നതിന് ശേഷം ഒരു പുനർജീവനമുണ്ട്. ഇതിനെയൊക്കെ തിരിച്ചു കൊണ്ടുവരാൻ സാധിച്ചതാകുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് മനുഷ്യൻ മണ്ണോട് ചേർന്നാൽ അവനെ തിരിച്ചു കൊണ്ടുവരാനും പുനർജീവിപ്പിക്കുവാനും നാളെ മഹ്ശറിലേക്ക് കൊണ്ടുവരുവാനും അല്ലാഹ്ക്ക് കഴിവുണ്ട്. മനസ്സിലാക്കണം. അതേതെങ്കിലും ചാനലിന്റെ വക്താക്കൾ അവർ മീഡിയയിലൂടെ തീരുമാനിച്ചിട്ടില്ല എന്ന് പറഞ്ഞാലും ഇതുണ്ട്. 4000 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ചരിത്രം വിശുദ്ധമായ ഖുർആനിൽ ഇപ്പോഴും നമുക്കെടുത്ത് വായിക്കാൻ സാധിക്കും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എന്തിനായിരുന്നു പറയുന്നത്? ഖുർആൻ ഓതി പറഞ്ഞാൽ ആർക്ക് വിശ്വാസമാകും? മുഅ്മിനീങ്ങൾക്ക്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മുഅ്മിനീങ്ങൾ അങ്ങനെയാണ്, അദൃശ്യങ്ങളെ കൊണ്ട് വിശ്വസിക്കുന്നവരാണ്. അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്. അദൃശ്യങ്ങളെ കൊണ്ട് വിശ്വാസമുള്ളവനാണ് സത്യവിശ്വാസി എന്ന് വിശുദ്ധമായ ഖുർആൻ. അവനാണ് മുഅ്മിൻ, അവനാണ് മുത്തഖി. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അപ്പോൾ പരലോക ജീവിതമുണ്ട്, അതിനെക്കുറിച്ചാണ് ഈ പറഞ്ഞത്. അതിനുവേണ്ടിയാണ് ഇത് പറഞ്ഞത്. അങ്ങനെ ഒരു ലോകമുണ്ട്, ഇനി വരാനിരിക്കുന്ന ലോകമുണ്ട്. ഇനി നമ്മൾ എന്ത് വേണം? മരണവും മരണാനന്തര ജീവിതമുണ്ട്, പുനർജീവിതമുണ്ട് എന്ന് മനസ്സിലാക്കിയ നമ്മെ സംബന്ധിച്ചിടത്തോളം ആ ലോകത്തിന് വേണ്ടി ഇവിടെ ജീവിക്കണം. അതാണ് ഇനി വേണ്ടത്. നല്ല സുകൃതം ചെയ്ത് നമ്മൾ ജീവിക്കണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. നല്ലതുപോലെ അമൽ ചെയ്യണം, സുകൃതം അനുഷ്ഠിക്കണം, എങ്കിലേ രക്ഷപ്പെടുകയുള്ളൂ. അതിനുവേണ്ടിയാണ് സാലിഹാവുക എന്ന് പറയുന്നത്. നമ്മളൊക്കെ നല്ല സുകൃതം ചെയ്ത് സാലിഹായ ജീവിതം നയിക്കാൻ നമുക്കൊക്കെ സാധിക്കണം. എന്റെ മകൻ സാലിഹാവണം, അവന് അതിനുവേണ്ടിയാണ് ഞാൻ ശംസുൽ ഹുദാ ശരീഅത്ത് കോളേജിലേക്ക് ചേർത്തത്. എന്റെ മകൾ സാലിഹത്താവണം, ആലിമത്താകണം, ഹാഫിളത്താവണം. അതിനുവേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന ദീനി സ്ഥാപനത്തിലേക്ക്, വഫിയയിലേക്ക്, ഇന്ന സ്ഥാപനത്തിലേക്കൊക്കെ ഞാൻ പറഞ്ഞയച്ചിരിക്കുന്നത് എന്ന് രക്ഷിതാക്കൾ പറയാറുണ്ട്.
എനിക്ക് സാലിഹാവണം, എൻ്റെ മക്കൾക്ക് സാലിഹാവണം. അതിനുവേണ്ടി തന്നെയാണ്. അതായാലേ പാരത്രിക ലോകം രക്ഷപ്പെടൂ. ചെറിയ കാര്യമല്ല. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എന്തിനാ അങ്ങനെ സാലിഹാകുന്നത്? എല്ലാ അമ്പിയാക്കളും എന്തായിരുന്നു? സാലിഹീങ്ങളായിരുന്നു. അവരുടെ പിറകെ നമ്മൾ ചേരുകയാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ പറ്റി തന്നെ ഖുർആൻ പറഞ്ഞത് എന്താണ്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വലഖദ് ഇസ്തഫൈനാഹു ഫിദ് ദുനിയാ വഇന്നഹു ഫിൽ ആഖിറതി ലമിനസ് സാലിഹീൻ. അതുകൊണ്ടാണ് അദ്ദേഹത്തെ ഉറ്റ ചങ്ങാതിയാക്കിയത്. ഖലീലുല്ലാഹ്, അല്ലാഹുവിന്റെ ഖലീലാക്കിയത് നിസാരനായ വ്യക്തി അല്ല. ആര്? സയ്യിദുനാ ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ശ്രദ്ധിക്കണേ, വെറുതെ അങ്ങ് തെരഞ്ഞെടുത്തതല്ല. നമുക്കറിയാം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിന്റെ ആരാണ്? ഹബീബാണ്, ഹബീബുല്ലാഹി. മൂസാ നബി അലൈഹിസ്സലാം അല്ലാഹുവിന്റെ കലീമുല്ലാഹി, അല്ലാഹുവിന്റെ കലീമാണ്. അല്ലാഹുമായി സംസാരിക്കാൻ അവസരം ലഭിച്ചിട്ടുള്ള വ്യക്തിയാണ്. നേരിട്ടല്ല, മറിച്ച് മറയിലൂടെയാണെങ്കിലും സംസാരിക്കാൻ അവസരം ലഭിച്ചിട്ടുള്ള, അള്ളാഹുവിന്റെ ശബ്ദത്തിലൂടെ കേൾക്കുവാനും അതിന് മറുപടി കൊടുക്കാൻ അവസരം കിട്ടിയിട്ടുള്ള വ്യക്തിയാണ് സയ്യിദുനാ മൂസാ നബി അലൈഹിസ്സലാം. ഖലീലുല്ലാഹ് എന്ന് പേര് വീഴാൻ കാരണം എന്താണ്? എന്താ കാരണം? ഖലീലുല്ലാഹ് പഠിച്ചിട്ടുണ്ടോ? അറിയാവുന്നവരൊന്ന് കൈ ഉയർത്തിക്ക്. എത്ര പേരുണ്ട്? ഖലീലുല്ലാഹ് എന്ന് പേര് വരാൻ കാരണം എന്താണ്? ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിച്ച് നൽകിയതാണ്. ധാരാളം ആടുകളുണ്ടായിരുന്നു. മാമിൻ നബിയ്യൻ ഇല്ലാ വഖദ് റഅ ശഫീഉനാ റസൂലുള്ളാഹി. എല്ലാ അമ്പിയാക്കളും ആടുകളെ മേച്ചിരുന്നവരാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ആടിനെ മേച്ചിട്ടുണ്ട്. ആടുമേയ്ക്കൽ സുന്നത്താണ്, അമ്പിയാക്കളുടെ ചര്യയിൽപ്പെട്ടതാണ്. എല്ലാ അമ്പിയാക്കന്മാരും ആടിനെ മേച്ചിട്ടുണ്ട്. ആടിനെ മേച്ചാൽ എന്താണ്? ആടിനെ വളർത്തുന്നവർക്കറിയാം. ഈ സദസ്സിലുള്ള ഉമ്മമാർക്കും ഉപ്പമാർക്കും അറിയാം. ഇങ്ങോട്ട് പിടിക്കുമ്പോൾ അങ്ങോട്ട് പോകും. അങ്ങനെയാണ്. അപ്പൊ നല്ല ക്ഷമ വേണം. ക്ഷമ പഠിക്കാൻ, നേതൃപാഠവും അലങ്കരിക്കാൻ താല്പര്യം വെക്കുന്ന ആളുകളൊക്കെ എന്ത് വേണം? ആടിനെ മേച്ചിട്ടുണ്ടാവണം. ആടിനെ മേയ്ക്കുന്നവർക്ക് നല്ല ക്ഷമയുണ്ടാവും. ഒരു മഹല്ലൊക്കെ നല്ലതുപോലെ പരിപാലിച്ചു പോകാൻ ഒരു പ്രശ്നം ഉണ്ടാവൂല. എത്ര ആളുകൾ എന്ത് പറഞ്ഞാലും ഒരു വിഷയമില്ല. കാരണം എന്താ? ഈ ആടിലൂടെ സഹനശേഷി ഉണ്ടാകുമെന്നാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് തന്നെ ഹദീസിലുണ്ടെന്ത്? മാമിൻ നബിയ്യിൻ ഇല്ലാ വഖദ് റഅ ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാ അമ്പിയാക്കളും ആടിനെ മേച്ചു. ധാരാളം ആട്ടിൻപറ്റങ്ങളുണ്ട്. ആ ആട്ടിൻപറ്റങ്ങൾക്ക് കാവലായി 12 നായകളും ഉണ്ടായിരുന്നു. ആർക്ക്? സയ്യിദുനാ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ആ നായകളുടെ കഴുത്തിൽ തന്നെ ഒരു തൊടല് പോലെ ഒരു ലോക്ക് സിസ്റ്റം ഉണ്ടായിരുന്നു. സ്വർണത്തിനാലുള്ള ഒരു ലോക്ക്. എന്തിനാണത്? ദുന്യാവിന്റെ നിസാരത തോന്നിപ്പിക്കാൻ വേണ്ടി. ആരും മൈൻഡ് ചെയ്യാത്ത ഒന്നാണല്ലോ നായ. തൊട്ടാൽ 7 വട്ടം പോയി കഴുകേണ്ടതാണല്ലോ. അപ്പൊ ആ നായയുടെ കഴുത്തിലിട്ടിരിക്കുന്ന അത്രത്തോളം നിന്ദിതയും നിസാരതയും ഉള്ളതാണെന്ന് തോന്നിപ്പിക്കാൻ, ഈ ദുന്യാവ് നിസാരതയുള്ളതാണ് എന്ന് തോന്നിപ്പിക്കാൻ വേണ്ടി സ്വർണത്തിനാലുള്ളതാകുന്ന ഒരു വളയവും ഓരോന്നിന്റെയും കഴുത്തിലുണ്ട്. അത് പറയലല്ല വിഷയം. മറിച്ച് ഈ ഈ ആട്ടിൻപറ്റങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ളതാകുന്ന നായക്കൂട്ടങ്ങളാണ്. എത്ര എണ്ണം ഉണ്ട്? 12 എണ്ണം ഉണ്ട്. തഫ്സീർ റൂഹുൽ ബയാനിൽ കാണാം ഈ ചരിത്രം. ബഹുമാനപ്പെട്ട ഇസ്മായിൽ ഹഖി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം രേഖപ്പെടുത്തിയതായി കാണാം. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മലക്കുകൾ ചോദിച്ചു, അല്ലാഹുവേ, നീ എന്തിനാണ് നിന്റെ ചങ്ങാതിയാക്കി ഈ മനുഷ്യനെ മാറ്റിയിരിക്കുന്നത്, ഖലീലാക്കിയിരിക്കുന്നത്? ഖലീൽ എന്ന് പറഞ്ഞാൽ ഉറ്റ ചങ്ങാതി എന്നാണ്. എന്താണ് അങ്ങനെ ആക്കാൻ കാരണം? അതിനേക്കാൾ ടോപ്പ് മോസ്റ്റ് പദവിയാണ് ഹബീബ്. ഒന്നും കൂടി ഏറ്റവും കൂടുതൽ മഹബ്ബത്തുള്ള വ്യക്തിത്വമാണ് ആര്? മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കൂടുതൽ ഹബീബുല്ലാഹി, അല്ലാഹുമായിട്ട് കൂടുതൽ ഒന്നുകൂടി അറ്റാച്ച്മെന്റ് ഉള്ള വ്യക്തിത്വമാണ്. അതാണ് മുഹമ്മദ് നബിക്കുള്ള വിശേഷണം. അങ്ങനെ എന്തിനാണ് ഇദ്ദേഹത്തെ ഖലീലാക്കിയിരിക്കുന്നത്? മനുഷ്യനല്ലേ അദ്ദേഹം. സ്വന്തമായിട്ട് ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ചെയ്യാനുണ്ട്. അതോടൊപ്പം തന്നെ സാമ്പത്തിക ക്രയവിക്രയങ്ങൾ നടത്തുന്ന വ്യക്തിയാണ്, കുടുംബമുള്ള വ്യക്തിയാണ്, മക്കളുണ്ട്, ഭാര്യയുണ്ട്. ഇതിനെല്ലാം ഇടയിൽ നീ അദ്ദേഹത്തെ ഉറ്റ ചങ്ങാതിയാക്കിയിരിക്കുന്നത് എന്തർത്ഥത്തില്? അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അദ്ദേഹത്തിന് പകരം വെക്കാൻ ആളില്ല, വേണമെങ്കിൽ നിങ്ങൾക്ക് അദ്ദേഹത്തെ പരീക്ഷിക്കാം.
അങ്ങനെ മലക്കുകളുടെ നേതാവാകുന്ന ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം തന്നെ വന്നു. മനുഷ്യന്റെ രൂപത്തിൽ ഇറങ്ങി വന്നു. ആടിനെ മേയിച്ചുകൊണ്ടിരിക്കുന്നതാകുന്ന ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ചാരത്ത് വന്നുകൊണ്ട് ചോദിച്ചു, ലിമൻ ഹാദിഹി, ഇതാർക്കുള്ളതാണ് ഈ ആട്ടിൻപറ്റ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ലില്ലാഹി, അല്ലാഹുവിനുള്ളതാണ്, വലാകിൻ ഫീ യദി, എന്റെ ഉത്തരവാദിത്തത്തിലുള്ള, അല്ലാഹുവിന്റെ കൈകളിൽ നൽകിയിരിക്കുന്ന എന്റെ ഉത്തരവാദിത്തത്തിലാണ്, ഇത് റബ്ബിന്റെയാണ് സാധനങ്ങൾ മുഴുവൻ. അപ്പൊ ചോദിച്ചു, നീ ഇതിൽ നിന്ന് ഒരെണ്ണത്തെ എനിക്ക് വിൽക്കുമോ? ഈ വന്ന മനുഷ്യൻ ചോദിക്കുകയാണ്. മനുഷ്യനാരാണ്? ജിബ്രീൽ അലൈഹിസ്സലാമാണ്. മനുഷ്യരൂപത്തിൽ വന്നിരിക്കുകയാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞു, പിന്നെന്താ വിൽക്ക? ഒന്നല്ല, ഞാൻ ഇതിന്റെ ഈ ആട്ടിൻപറ്റങ്ങളുടെ 1/3 തന്നേക്കാം, മുഴുവനും തന്നേക്കാം, 1/3 നിനക്ക് തരാം. നീ ഒരൊറ്റ ദിക്ർ അല്ലാഹുക്ക് ചൊല്ലിയാൽ മതി. ഉദ്കുറുല്ലാഹ, അല്ലാഹുവിനെ നീ ദിക്ർ ചൊല്ലിയാൽ മതി. നോക്കണം അദ്ദേഹത്തിന്റെ ഈമാൻ എത്ര വലുതാണ് എന്ന് പറഞ്ഞാൽ, ദുനിയാവിനോട് യാതൊരുവിധ താല്പര്യവുമില്ല. ഇതിന്റെ 1/3 തരാം, നീ ഒരൊറ്റ ദിക്ർ ചൊല്ലിയാൽ മതി. ജിബ്രീൽ അലൈഹിസ്സലാം ഉടനെ ചൊല്ലുകയാണ്, സുബ്ബൂഹുൻ ഖുദ്ദൂസുൻ റബ്ബുനാ റബ്ബുൽ മലായികതി വറൂഹ്, സുബ്ബൂഹുൻ ഖുദ്ദൂസുൻ റബ്ബുനാ റബ്ബുൽ മലായികതി വറൂഹ്. റൂഹുൽ അമീനായ ജിബ്രീൽ അലൈഹിസ്സലാമിന്റെയും ആകാശഭൂമികൾ നിറഞ്ഞു നിൽക്കുന്നതാകുന്ന അനന്തകോടി മലായികത്തുകളുടെയും നേതാവാകുന്ന റബ്ബാകുന്ന അല്ലാഹുവിന് സർവസ്തുതിയും അവനാകുന്ന അഖിലസ്തുതിയും. ഈ ഒരൊറ്റ ദിക്റങ്ങ് ചൊല്ലിക്കഴിഞ്ഞപ്പോൾ 1/3 ആട്ടിൻപറ്റങ്ങളെ നീട്ടിക്കൊടുത്തിട്ട് പറയുന്നു, ഉദ്കിരില്ലാഹ വാഹിദൻ, ഒരൊറ്റ പ്രാവശ്യം കൂടി നീ പടച്ച റബ്ബിനെ ദിക്ർ ചൊല്ലിയാൽ 1/3 നിനക്ക് ഞാൻ തരാം, ബാക്കിയുള്ള 1/3 നിനക്ക് ഞാൻ തരാം. വീണ്ടും നീ ഒരു പ്രാവശ്യം കൂടി അല്ലാഹുവിനെ ദിക്ർ ചൊല്ലിയാൽ എന്റെ ബാക്കിയുള്ളതാകുന്ന 1/3 ആട്ടിൻപറ്റങ്ങളെയും അതിനെ പരിപൂർണമായി സംരക്ഷിക്കാൻ വേണ്ടി കാവലേർപ്പെടുത്തിയിരിക്കുന്നതാകുന്ന ഈ 12 നായകളെയും നിനക്ക് ഞാൻ സമ്മാനമായി തരാം. 4ാമത്തെ പ്രാവശ്യം നീ അല്ലാഹുവിനെ ദിക്ർ ചൊല്ലിയാൽ ഇബ്രാഹിം എന്നതാകുന്ന പടച്ച റബ്ബിന്റെ അടിമയാകുന്ന ഈ മനുഷ്യൻ നിനക്ക് അടിമയായി മാറാം കാലാകാലമെന്ന് സയ്യിദുനാ ഇബ്രാഹിം. എല്ലാ സമ്പത്തും തരാം, 4 വട്ടം നീ ദിക്റില്ലേ മതി. ഇപ്പൊ ചെല്ലിയോലെ ഇനി ഒരു 3 വട്ടം കൂടി ചെല്ലിയാല് എന്റെ എല്ലാ സമ്പത്തും ആട്ടിൻപറ്റങ്ങളും, ഈ ആട്ടിൻപറ്റങ്ങളെ നോക്കാൻ വേണ്ടി കാവലിനായി ഞാൻ നിലനിർത്തിയിരിക്കുന്ന ഈ 12 നായകളെയും നിനക്ക് ഞാൻ തരാം. അതിനുശേഷം നീ ഒറ്റവട്ടം കൂടി ചെല്ലിയാൽ ഞാൻ എന്നെ തന്നെ നിനക്ക് അടിമയാക്കി തരാം. നോക്കൂ നിങ്ങൾ, സയ്യിദുനാ ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ദിക്റിന്റെ മഹത്താണ്. നമ്മളിത് കേൾക്കുമ്പോൾ ഓർക്കോ എന്താ പറയുന്ന ഒരു ദിക്ർ ചെല്ലുന്നതിന്റെ, ഒരൊറ്റ ദിക്റിന് അവർ കൊടുക്കുന്ന മഹത്വം അത്രമേൽ വലുതാണ്. ചിന്തിക്കണം, അല്ലാഹുവിനെ സ്മരിക്കുക എന്ന് പറഞ്ഞാൽ അത്രമേറെ ഇഷ്ടമാണ്. അപ്പോ ബഹുമാനപ്പെട്ടതാകുന്ന ജിബ്രീൽ അലൈഹിസ്സലാം റബ്ബിനോട് പറഞ്ഞു അത്രേ, നിഅമൽ അബ്ദു, അല്ലാഹു എത്ര വലിയ അനുഗ്രഹീതനായ അടിമയാണ് പടച്ച റബ്ബ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഒരു സാധാരണ വ്യക്തിയല്ലല്ലോ. ഹലീമുൻ അവ്വാഹും മുനീബുൻ, 3 വിശേഷണങ്ങളാണ് അദ്ദേഹത്തെ പറ്റി ഖുർആൻ പറഞ്ഞത്. ഹലീമാണ്, സഹിഷ്ണുതയുള്ള വ്യക്തിയാണ്. എങ്ങനെയാ സഹിഷ്ണുത കിട്ടിയത്? ഈ ആട്ടിൻപറ്റങ്ങളെയൊക്കെ മേയിച്ചു. അവ്വാഹുൻ, എപ്പോഴും അദ്ദേഹം തെറ്റുകുറ്റങ്ങളെ ഓർത്തുകൊണ്ട് വിലപിക്കുന്ന വ്യക്തിയാണ്. കരഞ്ഞുകൊണ്ട് നിലകൊള്ളും, സദാ കരച്ചിലാണ്, യാതൊരു തെറ്റുമില്ല, എങ്കിലും പടച്ച റബ്ബിനെ ഓർത്തിട്ട് ഇങ്ങനെ വിലപിച്ചുകൊണ്ടേയിരിക്കും. മുനീബുൻ, റബ്ബിലേക്ക് മടങ്ങുന്ന വ്യക്തിയുമാണ്. റാജിഉൻ ഇലല്ലാഹ്, സദാസമയം പടച്ച റബ്ബിലേക്ക് തൗബ ചെയ്തുകൊണ്ട് മടങ്ങുന്ന വ്യക്തിയാണ്. 3 വിശേഷണങ്ങളായിരുന്നു ആർക്കുണ്ടായിരുന്നത്? സയ്യിദുനാ ഇബ്രാഹിം നബി അലൈഹിസ്സലാം. അതല്ലേ സാലിഹായത്. അതുകൊണ്ട് തന്നെയാണ് പരിശുദ്ധമായ ഖുർആൻ പറയുന്നത്, വലഖദ് ഇസ്തഫൈനാഹു ഫിദ്ദുനിയാ വഇന്നഹു ഫിൽ ആഖിറതി ലമിനസ് സാലിഹീൻ. ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ നാം ഉറ്റ ചങ്ങാതിയായി തിരഞ്ഞെടുത്തു. എന്തുകൊണ്ടാണ്? അദ്ദേഹം സാലിഹായ മനുഷ്യനാണ്. അതുകൊണ്ട് നമ്മളും എന്താവണം? സ്വാലിഹാകാൻ വേണ്ടി പ്രയത്നിക്കണം. അദ്ദേഹം മാത്രമല്ല, മക്കളും പരമ്പരകളും പ്രവാചകന്മാരും ഒക്കെ സാലിഹീങ്ങൾ.
അദ്ദേഹത്തിന്റെ മകനല്ലേ സയ്യിദുന ഇസ്ഹാഖ് നബി അലൈഹിസ്സലാം. ഇസ്ഹാഖ് നബിയെ പറ്റി ഖുർആൻ എന്താ പറഞ്ഞത്? അടുത്ത ആയത്ത് കേൾക്കും നിങ്ങൾ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വബശ്ശർനാഹു ബിഇസ്ഹാഖ നബിയ്യം മിനസ് സാലിഹീൻ. ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാം മക്കളില്ലാതെ വിഷമിച്ച വ്യക്തിയല്ലയോ? അല്ലാഹു എനിക്ക് സാലിഹായ മക്കളെ തരണേ എന്ന് പടച്ച റബ്ബിനോട് ചോദിച്ചപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് സന്തോഷ വാർത്ത നൽകുകയാണ്. നബിയ്യം മിനസ് സാലിഹീൻ, സാലിഹീങ്ങളിൽ പെട്ടതാകുന്ന മകനായ ഇസ്ഹാഖിനെ കൊണ്ട് സന്തോഷ വാർത്ത നൽകിയെന്ന് വിശുദ്ധമായ ഖുർആൻ. മക്കളില്ലാതിരുന്ന വ്യക്തിയാണ് ആര്? സയ്യിദുന ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ശ്രദ്ധിക്കണേ, അവസാനം മക്കളെ ചോദിച്ച രംഗവും ഖുർആൻ പറയുന്നുണ്ട്. എന്താ ചോദിച്ചത്? കുട്ടിയെത്താന്നല്ല ചോദിച്ചത്. എന്താ ചോദിച്ചത്? റബ്ബി ഹബിലി മിനസ് സാലിഹീൻ. ഖുർആനാണ് ഇതൊക്കെ. ശരിക്കും ശ്രദ്ധിക്കണേ. നമ്മൾ എന്തിനാ ഇത് പറയുന്നത്? സാലിഹാകാൻ വേണ്ടി നമ്മൾ പ്രയത്നിക്കണം. കാരണം അമ്പിയാക്കളെല്ലാം സ്വാലിഹീങ്ങളായിരുന്നു. ഇബ്രാഹിം നബി സാലിഹായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം ഖലീലായത്. അദ്ദേഹത്തിന്റെ മകൻ ഇസ്ഹാഖ് സാലിഹായ പ്രവാചകന്മാരിൽ പെട്ടതാണ്. ഖുർആനിലൂടെ അല്ലാഹു തന്നെ പറഞ്ഞു, സാലിഹായ കുട്ടിക്ക് വേണ്ടിയാണ് അദ്ദേഹം ചോദിച്ചിട്ടുള്ളത് മുഴുവനും. ഇരിക്കുന്ന രക്ഷിതാക്കളൊക്കെ നമ്മളെല്ലാവരും ചോദിക്കേണ്ടതും അത് തന്നെയാണ്. എന്ത് ചോദിക്കണം? അല്ലാഹുവേ സാലിഹായ കുട്ടിയെത്താ അല്ലാഹ് എപ്പോഴും ചോദിക്കണം. ഗർഭം ധരിക്കുന്നതിന് മുമ്പും ചോദിക്കണം, ഗർഭം ധരിച്ച സന്ദർഭത്തിനും ചോദിക്കണം, പ്രസവിച്ചു കഴിഞ്ഞാലും ചോദിക്കണം. അല്ലാഹുവേ മക്കളെ സ്വാലിഹാക്കി താ അല്ലാഹ്. അതിനു മുമ്പ് ചോദിക്കേണ്ട ചോദ്യമാണിത്. ഏത്? റബ്ബി ഹബിലി മിനസ് സാലിഹീൻ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം 100 വയസ്സ് കഴിഞ്ഞു. 110 വയസ്സെത്തിയപ്പോഴും ഇബ്രാഹിം നബി അലൈഹിസ്സലാം പടച്ച റബ്ബിനോട് ദുആ ചെയ്യുകയാണ്. റബ്ബി ഹബിലി മിനസ് സാലിഹീൻ. അല്ലാഹുവേ പടച്ച റബ്ബേ സാലിഹായ സന്താനത്തെ നൽകണേ അല്ലാഹ്. സാലിഹായ സന്താനത്തെ നൽകണേ അല്ലാഹ്. സാലിഹായ സന്താനത്തെ നൽകണേ അല്ലാഹ്. ഫബശ്ശർനാഹു ബിഗുലാമിൻ ഹലീം. ഖുർആൻ പറയുകയാണ്, സഹിഷ്ണുതയുള്ളതാകുന്ന തഖ്വയുള്ളതാകുന്ന ഇസ്മാഈൽ എന്ന പൊന്നുമോനെ കൊണ്ട് അല്ലാഹു സന്തോഷ വാർത്ത അറിയിച്ചു എന്ന് വിശുദ്ധമായ ഖുർആൻ. നോക്കൂ നിങ്ങൾ, സ്വാലിഹായ മകനെ അല്ലാഹുവിനോട് ചോദിച്ചപ്പോൾ അല്ലാഹു കൊടുത്തത് മുഴുവനും സ്വാലിഹീങ്ങളായ മക്കളെയാണ്. വെറുതെ മക്കളെ കൊടുത്തു എന്ന് മാത്രമല്ല, ആ മക്കളെ എല്ലാം പ്രവാചകന്മാരുമാക്കി. സയ്യിദുന ഇസ്മാഈൽ നബി അലൈഹിസ്സലാം, സയ്യിദുന ഇസ്ഹാഖ് നബി അലൈഹിസ്സലാമിന്റെ മകൻ യാക്കൂബ് അലൈഹിസ്സലാം, യാക്കൂബ് നബിയുടെ മകൻ സയ്യിദുന യൂസുഫ് അലൈഹിസ്സലാം, ഒക്കെ സ്വാലിഹീങ്ങൾ. നോക്കൂ നിങ്ങൾ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ പറയുകയാണ്, അൽ കരീം ഇബ്നുൽ കരീം ഇബ്നുൽ കരീം യൂസുഫ് ബിൻ യാക്കൂബ് ബിൻ ഇസ്ഹാഖ് ബിൻ ഇബ്രാഹിം ശഫീഉനാ റസൂലുള്ളാഹി. മാന്യന്റെ മകൻ, മാന്യന്റെ മകൻ, മാന്യന്റെ മകനാണ് യൂസുഫ്. ഇബ്രാഹിമിന്റെ മകൻ, ഇസ്ഹാഖിന്റെ മകൻ, യാക്കൂബിന്റെ മകനാണ് യൂസുഫ് എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. ശ്രദ്ധിച്ചില്ല നിങ്ങൾ? ശ്രദ്ധിച്ചില്ല? എന്താ പറഞ്ഞത്? വാപ്പ എന്ത് ചോദിച്ചു? ഒരു സാലിഹായ കുട്ടിയെത്താ അല്ലാഹ് ചോദിച്ചു. എങ്ങനെ ചോദിച്ചില്ല? കുട്ടിയെത്താ അല്ലാന്നല്ല ചോദിച്ചത്. എങ്ങനെ ചോദിച്ചു? സാലിഹായ കുട്ടിയെത്താ അല്ലാന്ന് ചോദിച്ചു. അപ്പൊ അല്ലാഹ് കൊടുത്തൊരു കുട്ടിയെ ഇസ്ഹാഖ്, അതിന്റെ മകൻ യാക്കൂബ്. സാലിഹാണോ? നമ്പർ 1 ടീമുകളാണ്, കാരണം പ്രവാചകന്മാരാണ്. യാക്കൂബിന്റെ മകൻ ആരാണ്? സയ്യിദുന യൂസുഫ് അലൈഹിസ്സലാം, ഒക്കെ പ്രവാചകന്മാർ. ആണ് വാപ്പ വല്യുപ്പാടെ ചോദ്യം പോലെ ഇരിക്കും കാര്യം. നമ്മൾ പടച്ചവനെ എന്റെ കൂടെ ഗൾഫിൽ പണിയെടുക്കാൻ പറ്റിയ ഒരുത്തനെ തരണേ അല്ലാഹ് ചോദിക്കുമ്പോ അതിന് പറ്റിയ ഒരുത്തനെ തരും.
സാലിഹായ കുട്ടിയെത്ത അല്ലാഹ്. അതാണ് നമ്മുടെ ചോദ്യം വരുന്നത്. ഇത് എല്ലാ ഉമ്മമാരും എല്ലാ ഉപ്പമാരും ഈ മാസത്തിൽ പഠിക്കേണ്ട പ്രാർത്ഥനയാണ്. ഇത് റബ്ബി ഹബിലി മിനസ് സാലിഹീൻ. അങ്ങനെ തന്നെ ചോദിക്കണം. അതിലാണ് വലിയ കാര്യം. വവഹബിനാ ലഹു ഇസ്ഹാഖ വയഅഖൂബ് കുല്ലൻ ഹദൈനാ വനൂഹൻ ഹദൈനാ മിൻ ഖബ്ൽ വമിൻ ദുർരിയതിഹി ദാവൂദ വസുലൈമാൻ وأيوب ويوسف وموسى وهارون وكذلك نجزي المحسنين وزكريا ويحيى وعيسى وإلياس وزكريا ويحيى وعيسى وإلياس كل من الصالحين. പരിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ അൻആം മറിച്ചു നോക്കണേ. ആ ഖുർആൻ സൂക്തങ്ങളിലൂടെ അല്ലാഹു വ്യക്തമായി പഠിപ്പിക്കുകയാണ്. ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാം മക്കളില്ലാതെ വിഷമിച്ചതാകുന്ന ഇബ്രാഹിമിന് ഞാനിതാ സന്താന പരമ്പരകൾ നൽകുകയാണ്. എല്ലാം സ്വാലിഹീങ്ങളാണ്, സ്വാലിഹീങ്ങളാണ്. വസകരിയ വയഹ്യ വഈസാ വഇല്യാസ്. സക്കരിയ നബിയും യഹ്യാ നബിയും ഈസാ നബിയും ഇല്യാസ് നബിയും മൂസാ നബിയും എന്ന് വേണ്ടതാകുന്ന സർവ്വ പ്രവാചകന്മാരും കുല്ലും മിനസ് സ്വാലിഹീൻ, അവരെല്ലാവരും സ്വാലിഹീങ്ങളിൽ പെട്ടതായ വ്യക്തികളാണ് എന്നും വിശുദ്ധമായ ഖുർആൻ. അവരൊക്കെ സ്വാലിഹീങ്ങളാണ്. ചുരുക്കത്തിൽ എല്ലാ അമ്പിയാക്കളെ കുറിച്ചും ഖുർആനിൽ ഇതേപോലെ ആയത്തുകളുണ്ട്, സൂക്തങ്ങളുണ്ട്. സമയമില്ലാത്തതുകൊണ്ടാണ് എല്ലാവരെ കുറിച്ച് പറയാനുണ്ട്. മറ്റൊരായത്തിൽ കാണാം വഅദ്ഖൽനാഹു ഫീ റഹ്മതിനാ ഇന്നഹു മിനസ് സാലിഹീൻ. ബഹുമാനപ്പെട്ട ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ സമൂഹം സ്വർഗ്ഗരതിയിൽ ഏർപ്പെട്ടുകൊണ്ട് നിലകൊണ്ടപ്പോൾ ആ സമൂഹത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ അട്ടഹാസത്തോടുകൂടി പരിപൂർണമായി നശിപ്പിക്കുകയാണ്. എന്നാൽ ബഹുമാനപ്പെട്ട ലൂത്ത് നബിയെ അല്ലാഹു സംരക്ഷിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ലൂത്ത് നബിയെ രക്ഷപ്പെടുത്തുകയാണ്. എന്തേ കാരണം? ഖുർആൻ പറയുകയാണ് വഅദ്ഖൽനാഹു ഫീ റഹ്മതിനാ, നമ്മുടെ കാരുണ്യത്തിൽ ലൂത്ത് നബിയെ നാം പ്രവേശിപ്പിച്ചു. ആ വിപത്തിൽ അദ്ദേഹത്തെ നാം പെടുത്തിയില്ല, ആ പ്രശ്നത്തിൽ അദ്ദേഹത്തെ നാം അകപ്പെടുത്തിയില്ല. എന്തുകൊണ്ടെന്നറിയുമോ? ഇന്നഹു മിനസ് സ്വാലിഹീൻ, അദ്ദേഹം അനാവശ്യമാകുന്ന ഒരു പ്രവണതയും ചെയ്തിട്ടില്ല. അദ്ദേഹം സ്വാലിഹായ മനുഷ്യനാ. അദ്ദേഹം ജീവിതത്തിൽ സുഹൃതം അനുഷ്ഠിച്ചതായ വ്യക്തിത്വമാണ്. സ്വാലിഹായ മനുഷ്യനായതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട ലൂത്ത് നബിയെ നാം സംരക്ഷിക്കുകയാണ്. അദ്ദേഹത്തെ നാം രക്ഷപ്പെടുത്തി എന്ന് വിശുദ്ധമായ ഖുർആൻ. അതുകൊണ്ടാണ് നാം അദ്ദേഹത്തെ രക്ഷപ്പെടുത്തിയത്. സാലിഹായ മനുഷ്യനാണ് സയ്യിദുനാ ലൂത്ത് നബി അലൈഹിസ്സലാം. തീർന്നില്ല, ഇങ്ങനെ ആയത്തുകൾ ധാരാളം ഡസൻ കണക്കിന് ഓതാൻ സാധിക്കും. ويكلم الناس في المهد وكهلا ومن الصالحين. ഈസാ നബി അലൈഹിസ്സലാം തൊട്ടിലിൽ കടന്നുകൊണ്ട് സംസാരിച്ച വ്യക്തിയാണ്. ഖുർആൻ പറയുകയാണ് വയുകല്ലിമു الناس في المهد وكهلا ومن الصالحين. തൊട്ടിലിൽ കടന്നുകൊണ്ട് ജനങ്ങളോട് സംവദിച്ചതാകുന്ന സയ്യിദുനാ ഈസാ നബി അലൈഹിസ്സലാം സാലിഹായ മനുഷ്യനാണ്. ലഹു മിനസ് സ്വാലിഹീൻ, സാലിഹായ മനുഷ്യനാണ്. ഫജ്തബാഹു റബ്ബുഹു ഫജഅലഹു മിനസ് സ്വാലിഹീൻ.
ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹിസ്സലാമിനെ പറ്റി സൂറത്തുൽ ഖലമിലൂടെ അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ്. അദ്ദേഹത്തെ നാം തിരഞ്ഞെടുത്ത മനുഷ്യനാണ്. ഇന്നഹു മിനസ് സാലിഹീൻ, അദ്ദേഹം സാലിഹായ മനുഷ്യനാ. ജീവിതത്തിൽ ഒരു തെറ്റുകുറ്റവും ചെയ്യാതെ പടച്ച റബ്ബിന് വേണ്ടി അല്ലാഹുവിന് വേണ്ടി നിലകൊണ്ടതായ വ്യക്തിത്വമാണ്. നല്ല നിസ്കാരം, നല്ല ഇബാദത്ത് അനുഷ്ഠിച്ച വ്യക്തിത്വമാണ് ആര്? സയ്യിദുനാ നൂഹ് നബി അലൈഹിസ്സലാം. ശുദ്ധ ഖുർആൻ. ഇങ്ങനെ ഓരോ പ്രവാചകന്മാരെ കുറിച്ച് അല്ലാഹു പറഞ്ഞു. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? അവർ പോയ വഴിയെ നമ്മൾ പോകണം, സാലിഹാവണം. സാലിഹാകാൻ വേണ്ടിയുള്ള ഒന്നാമത്തെ പ്രയത്നം, ആദ്യം തന്നെ വേണ്ട പ്രയത്നം എന്തിനു വേണ്ടിയിട്ടാണ്? അമ്പിയാക്കളെല്ലാം സ്വാലിഹീങ്ങളായിരുന്നു. അവരെത്തിയ മാർഗത്തിലേക്ക് എനിക്കും എത്തണമെന്നുള്ള ചിന്ത നമുക്ക് വേണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. അപ്പൊ ഇനി ആയത്തതിലേക്ക് പോകുന്നില്ല, സമയമില്ലാത്തതുകൊണ്ട്. എല്ലാ അമ്പിയാക്കളും സ്വാലിഹീങ്ങളാണ്. അതുകൊണ്ട് നമ്മളും എന്ത് ചെയ്തോ? സ്വാലിഹാകാനുള്ള പ്രവർത്തനത്തിൽ മുഴുകണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതിനുവേണ്ടി ആദ്യമായിട്ട് വേണ്ടത് ദുആ ചെയ്യുക എന്നുള്ളതാണ്. നേരത്തെ പറഞ്ഞില്ലേ, ഇബ്രാഹിം നബി അലൈഹി സ്വലാം ദുആ ചെയ്തതുപോലെ നമ്മളും സ്വാലിഹാകാനും മക്കളെ, കുടുംബങ്ങളെ, ഭാര്യയെ എല്ലാവരെയും സ്വാലിഹീങ്ങളാക്കാനും നമ്മൾ ദുആയിരക്കണം. അത് തന്നെ, വേറൊന്നും വേണ്ട. അതിന് ദുആയിരുന്ന രക്ഷപ്പെടും, ഉറപ്പാണ്. ബഹുമാനപ്പെട്ട സക്കരിയ നബി അലൈഹിസ്സലാം പ്രായാധിക്യം കൊണ്ട് വല്ലാതെ വിഷമിച്ച വ്യക്തിത്വമാണ്. എന്ന് പറഞ്ഞാൽ മക്കളില്ലാതെ പ്രയാസപ്പെട്ടു. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ പോലെ തന്നെ പ്രയാസപ്പെട്ട ഒരു വ്യക്തിയാണ്, മറ്റൊരു പ്രവാചകനാണ്. ആര്? സയ്യിദുനാ സക്കരിയ നബി അലൈഹിസ്സലാം. ഉറക്കെ പറയും, അലൈഹിസ്സലാം. സക്കരിയ നബി അലൈഹിസ്സലാം അദ്ദേഹവും ദുആ ചെയ്തത് ഖുർആൻ പറയുന്നുണ്ട്. എന്താ ചോദിച്ചത്? പരിശുദ്ധനായ സ്വാലിഹായ കുട്ടിയത്ത അല്ലാഹ്. അങ്ങനെ വേണം ചോദിക്കാൻ. ഒരിക്കലും മക്കൾക്ക് വേണ്ടി ദ്വാരക്ക, അങ്ങനെ ദ്വാരന്നിട്ട് കാര്യമില്ല. കാരണം വളർന്ന് വലുതാവുമ്പോൾ അതിന്റെ ഹൽക്കിന് പിടിച്ച് നിൽക്കുന്ന സൈസായിരിക്കും, പിഴച്ചു പോകുന്ന മക്കളായിരിക്കും. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അതുകൊണ്ട് കാര്യമില്ല. സാലിഹായ സന്താനത്തെ നമ്മൾ എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കണം. നമുക്ക് അവസാനം വിഷമവും പ്രയാസവും വരുത്തുന്ന മക്കളാണെങ്കിൽ കാര്യമുണ്ടോ? ഈ അടുത്ത് ഒരു കുടുംബം വല്ലാതെ സങ്കടപ്പെട്ടില്ലേ? നമുക്കെല്ലാവർക്കും ഫാത്തിമ എന്നു പേരുള്ള ഒരു മകളും ആദില എന്നു പേരുള്ളതാകുന്ന രണ്ട് മുസ്ലിം സഹോദരിമാർ സ്വർഗ പ്രണയിനികൾ, ജോഡികളായി, ലെസ്ബീനുകളായി ഒന്നിച്ച് ജീവിക്കാൻ വേണ്ടി തീരുമാനിച്ചു. അല്ലേ? ആരും അറിഞ്ഞില്ലേ? 2018 സെപ്റ്റംബർ 6-ാം തീയതിയായിരുന്നു സുപ്രീം കോടതിയുടെ വിധി വന്നത്. സ്വർഗ അനുരാഗികൾക്ക് ഒരുമിച്ച് ജീവിക്കാം. സ്വർഗ പ്രണയിനി സ്ത്രീകൾ തമ്മിൽ പരസ്പരം പ്രണയിച്ച് ഒരേപോലെ ജീവിക്കാൻ വേണ്ടി ആഗ്രഹം ജനിച്ചു കഴിയുന്നവർക്കാണ് ലെസ്ബീനുകൾ എന്ന് പറയുക. ലെസ്ബീൻ. പുരുഷന്മാർക്കിടയിൽ അത്തരത്തിലുള്ള ആളുകളുണ്ട്. പുരുഷനുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് അവർ പരസ്പരം ഒരേപോലെ കല്യാണം കഴിച്ച് റാഹത്തായി ജീവിക്കുക. അതിന് ഗേകൾ എന്ന് പറയും. ഗേ. ചിലർക്ക് രണ്ടിനോടുമുണ്ട്. ഉഭയവർഗ പ്രണയിനിയുണ്ട് എന്ന് പറഞ്ഞാൽ പുരുഷനോടുമുണ്ട്, അതോടൊപ്പം തന്നെ സ്ത്രീകളോടുമുണ്ട്. കല്യാണം കഴിഞ്ഞിട്ടുണ്ടാവും, എന്നാലും വൈകുന്നേരം ആകുമ്പോൾ ടോർച്ചടിച്ചിട്ട് ഏതെങ്കിലും കുണ്ടന്മാരെ കിട്ടുമെന്ന് അന്വേഷിച്ച് ഇങ്ങനെ നടക്കും. അങ്ങനത്തെ ആളുകൾ രണ്ട് കൂട്ടരോട്. അങ്ങനെയുള്ള ആളുകൾക്കാണ് എന്ത് പറയാ? ബൈസെക്ഷൽ എന്ന് പറയാ. പഠിച്ചോണോ? എന്താണത്? ബൈസെക്ഷലിന്റെ അഹ്ലുകാർ എന്ന് പറഞ്ഞാൽ രണ്ട് വിഭാഗത്തോടും പ്രണയമുള്ള ആളുകൾ. ഇതൊക്കെ ഇന്ന് സമൂഹത്തിൽ അധികരിച്ചു വരികയാണ്. LGBTQ എന്ന് പറയും. ന്യൂനപക്ഷ ഇത്തരത്തിലുള്ള വിഭാഗങ്ങൾക്കുള്ള പേരുകളാണ്. ഇന്ന് വല്ലാതെ അധികരിച്ചു വരികയാണ്. അവർ വലിയൊരു വിഭാഗം തന്നെയുണ്ട്. ഒന്ന് രണ്ടാളുകളല്ല, വലിയ ഒരു വിഭാഗം തന്നെ ആളുകളുണ്ട്. അങ്ങനെ ലെസ്ബീനുകളായി ജീവിക്കാൻ വേണ്ടി താല്പര്യം വെച്ച്, സ്വന്തം മാതാപിതാക്കളുടെ അടുക്കൽ നിന്ന് വരെ അകന്നു നിൽക്കാൻ താല്പര്യം വെച്ച്, ഞങ്ങളെ വേർപിരിപ്പിക്കുന്നു ഇന്ന കുട്ടിയുടെ പിതാവ് എന്ന് പറഞ്ഞ് ഒരു കുട്ടിയുടെ പിതാവിന്മേൽ മറ്റൊരു കുട്ടി കോടതിയിൽ കൊണ്ടുപോയി പരാതി കൊടുത്ത് അവസാനം ഹൈക്കോടതി വിധി വന്നു, നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ജീവിച്ചോ, ഒരു മാതാവും പിതാവും നിങ്ങളെ തടുക്കൂല. ലോകം എവിടെ എത്തിപ്പോയി സഹോദരങ്ങളെ ചിന്തിക്കണം. പ്രായപൂർത്തി എത്തിയതാകുന്ന നമ്മുടെ പെൺമക്കളും നമ്മുടെ ആൺമക്കളുമൊക്കെ വിദ്യാഭ്യാസം നുകരുന്നതിന് വേണ്ടി നമ്മൾ കലാലയത്തിലേക്ക് പറഞ്ഞുവിടാൻ. സാധാരണ രീതിയിൽ മാതാപിതാക്കൾ പെൺകുട്ടികളെ മാത്രം കലാലയത്തിലേക്ക് ചേർക്കും. എന്താണത്? അവിടെ ആകുമ്പോൾ ഒരു പ്രശ്നം ഇല്ലല്ലോ എന്നാണ്. ഇവിടെ അങ്ങനെ ചേർത്ത കലാലയത്തിൽ നിന്ന് +2 പഠിക്കുന്ന കാലഘട്ടത്തിൽ പ്രണയം മുട്ടിട്ട് അവർക്കിടയിൽ ശാരീരിക ബന്ധമുണ്ടായി,
ഒരിക്കലും വേർപിരിയാൻ പറ്റാത്ത രീതിയിലേക്ക് സ്നേഹം എത്തിച്ചേർന്നു. അവസാനം ഈ കോവിഡിന്റെ കാലഘട്ടങ്ങളിൽ ഒരല്പസ്വല്പം മാറി നിന്നപ്പോഴുണ്ടാകുന്ന മാനസിക കലച്ചുകൊണ്ടവർ മനസ്സിലായി ഒരിക്കലും ഞങ്ങൾ തമ്മിൽ ഇനി പിരിയാൻ പറ്റൂല എന്ന് മനസ്സിലായി. അവസാനം പിരിക്കാൻ വേണ്ടി തയ്യാറായ ഒരു കുട്ടിയുടെ പിതാവിനെതിരെ മറ്റൊരു കുട്ടി കേസ് കൊടുക്കാൻ ആ കുട്ടിക്ക് അനുകൂലമായി കോടതി വിധി വന്നു. എന്തുകൊണ്ട്? 2018 തന്നെ സുപ്രീം കോടതി സെപ്റ്റംബർ മാസം 6-ാം തീയതി അവർക്ക് അനുകൂലമായി വിധിച്ചിട്ടുണ്ട്. ആ വിധിയുടെ പകർപ്പുമായി വന്നു. അവർ ഒരുമിച്ച് ഇപ്പോൾ തന്നെ ജീവിക്കുന്നു. എവിടെ? നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ തന്നെ. സ്ഥലം നിങ്ങൾക്കറിയാം, എവിടെയാണെന്നറിയാം, ആരാണെന്നറിയാം, പറയേണ്ടതില്ല. ഞാൻ എന്തിനാ ഇത് പറഞ്ഞത്? നമ്മുടെ മക്കൾക്ക് നമ്മൾ കൊടുക്കുന്ന ആത്മീയതയും നമ്മൾ കൊടുക്കുന്നതാകുന്ന ഭൗതികമാകുന്ന അറിവും അതെല്ലാം ഏതെല്ലാം രീതിക്ക് വഴിതിരിച്ചു വിടുന്നുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. എത്ര നൽകിയാലും അവർ സ്വാലിഹാകാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചിട്ടില്ല എങ്കിൽ നമ്മൾ കൈകടിക്കേണ്ടി വരും. അള്ളാഹു നമ്മളെ കാക്കുമാറാക്കും. ശരിക്കും ദുആരക്കണം. ചെറിയ കാര്യമല്ല. ഏത് സമയത്തും എപ്പോഴും മക്കളെ പിഴച്ചു പോകാം. അല്ലാഹു നമ്മുടെ മക്കളെ സ്വാലിഹീങ്ങൾ ചേർക്കട്ടെ. هنالك دعا زكريا ربه قال رب هب لي من لدنك ذرية طيبة إنك سميع الدعاء. ബഹുമാനപ്പെട്ട സക്കരിയ നബി അലൈഹിസ്സലാം മക്കളില്ലാതെ വിഷമിച്ചതാകുന്ന വ്യക്തിയാണ്. പ്രായാധിക്യം എത്തിയിട്ട് പോലും അദ്ദേഹത്തിന്റെ പ്രാർത്ഥന നിർത്തുന്നില്ല. അല്ലാഹു എനിക്ക് സ്വാലിഹായ കുട്ടിയെ നൽകണേ അല്ലാഹ്. റബ്ബി ഹബിലി മിൻ ലദുൻക ദുർരിയതൻ ത്വയ്യിബതൻ. പരിശുദ്ധനായ സൽവൃത്തനായ ഒരു സാലിഹായ പൊന്നുമോനെ നൽകി എന്നെ നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. ബഹുമാനപ്പെട്ടതാകുന്ന സക്കരിയ നബി അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥനയാണ്. ഫനാദതുൽ മലായിക വഹുവ ഖായിമുൻ യുസല്ലി ഫിൽ മിഹ്റാബ് أن الله يبشرك بيحيى مصدقا بكلمة من الله وسيدا وحصورا ونبيا من الصالحين. പരിശുദ്ധനായ സൽവൃത്തനായ ഒരു സാലിഹായ പൊന്നുമോനെ എനിക്ക് നൽകണേ അല്ലാഹ് എന്ന് പടച്ച റബ്ബിനോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് സക്കരിയ നബി അലൈഹിസ്സലാം ദുആ ചെയ്തപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല നിസ്കരിച്ചുകൊണ്ടിരിക്കുന്നതാകുന്ന സക്കരിയ നബി അലൈഹിസ്സലാമിന് ജിബ്രീൽ അലൈഹിസ്സലാം മുഖേന സന്തോഷ വാർത്ത നൽകുകയാണ്. യാ സക്കരിയ ഇന്നാ നുബശ്ശിറുക ബിഗുലാം اسمه يحيى لم نجعل له من قبل سميا. അല്ലയോ സക്കരിയ, നിനക്ക് മുമ്പ് ഇതുവരെ പേര് വെക്കപ്പെടാത്തതാകുന്ന ഒരു പേരുമായി യഹ്യ എന്ന ഒരു പേര് നിന്റെ മകന് നൽകിക്കൊണ്ട് ഒരു മകനെ കൊണ്ട് നിനക്ക് സന്തോഷ വാർത്ത നൽകുകയാണ് എന്ന് വിശുദ്ധമായ ഖുർആൻ. നോക്കൂ നിങ്ങൾ, മകനെ ചോദിക്കേണ്ട രീതിയിൽ ചോദിച്ചു. എന്നിട്ട് ഖുർആൻ അവസാനം പറയുന്നു ഇന്നഹു മിനസ് സാലിഹീൻ. ഈ മകൻ സാലിഹായ മകനാണ് കേട്ടോ. അപ്പൊ ചോദിക്കണ്ടോലെ ചോദിച്ചു. അല്ലാഹു തൗഫീഖ് തരട്ടെ. അപ്പൊ ചോദ്യം വേണം. അല്ലാതെ മക്കൾക്ക് നല്ലതുപോലെ ബൂസ്റ്റ് കലർക്കി കൊടുത്ത് ബോൺവിറ്റ കലക്കി കൊടുത്ത് ഇടയ്ക്കിടയ്ക്ക് ഷവർമ വാങ്ങിച്ചു കൊടുത്ത് കുഴിമന്തി വാങ്ങിച്ചു കൊടുത്തിട്ട് യാതൊരു കാര്യമില്ല. മക്കള് നമുക്ക് സാലിഹാകുന്നൊന്നും ഒരു ഉറപ്പുമില്ല. ദുആ അനിവാര്യമാണ്. വാപ്പായും ഉമ്മായും ശരിക്കും ദുആരക്കണം. കാരണം നിങ്ങളുടെ ദുആ സ്വീകരിക്കും. നബിയന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ് സലാസു ദഅവത്തിൻ മുസ്തജാബ. 3 പ്രാർത്ഥനകൾ ഉത്തരം ലഭിക്കുന്നതാണ് എന്ന് നബിയുന റസൂലുള്ളാഹി. ദഅവത്തുൽ വാലിദി അലൽ വലദി. മാതാപിതാക്കൾ മക്കൾക്ക് എതിരായി ദുആ ചെയ്താലും അനുകൂലമായി ദുആ ചെയ്താലും അത് അല്ലാഹു സ്വീകരിക്കുമേ എന്ന് ഹബീബുന റസൂലുള്ളാഹി.